അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിന്ന് എന്തുണ്ടാക്കാൻ പോണേ? കേസരി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ ബാ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളാണ്. റവ, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും, പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് നെയ്യ് കഴിയാറായി, പിന്നെ കുറച്ച് പഞ്ചസാര. ഒന്നും നോക്കണ്ട, നല്ല ചൂടുള്ള പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് തടവി കൊടുക്കുക. നമുക്കതിലേക്ക് കുറച്ച് സാധനം ഇടാണ്ട് ചെണ്ട കൊട്ടണ്ടീ, തീ ഓണാക്കിയാൽ മതി. നെയ്യ് ചൂടായി വന്നപ്പോൾ നമ്മൾ റവ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കയ്യൊക്കെ കിട്ടണേ. അപ്പോൾ റവ ഏകദേശം ചെറിയ രീതിയിൽ റോസ്റ്റാണ്, ചൂടായാൽ മതി, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. വല്ലാണ്ട് ഡ്രൈ ആക്കണ്ട, അതൊരു വല്ലാണ്ട് അങ്ങോട്ട് എന്താ പറയുക ഉണക്കണ്ട, ഒരു നൈസായിട്ട് നെയ്യിലൊന്ന് മിക്സായി വരണം, അത്രേ ഉള്ളൂ. ശേഷം അതിനെ നൈസായിട്ട് എടുത്ത് വേറൊരു പാത്രത്തിൽ മാറ്റുന്നുണ്ട്. എന്നിട്ടാ ചെയ്യണ്ടേ? എന്താ ഈ അണ്ടിപ്പരിപ്പിനെയും മുന്തിരിനെ അതിലൊന്ന് ജസ്റ്റ് നെയ്യിലിട്ടൊന്ന് എടുക്കാം. ഓക്കെ, നീട്ടോ. മുന്തിരി പൊട്ടിൻ്റെ മൂട്ടിക്ക് തെറിക്കാതിരുന്നാൽ അവർക്ക് വേറെ പ്രശ്നമില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ചിലർ പറയും ഇങ്ങനെ എല്ലാ കേസരി ഉണ്ടാക്കണ്ടേന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെയും കേസരി ഉണ്ടാക്കാം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇങ്ങനെയും കേസരി ഉണ്ടാക്കാം. ഓക്കെ, മതി. അതും കോരി വയ്ക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കോരിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം. അതായത് വെള്ളം ഒന്ന് പതുക്കെ ചൂടാക്കി എടുക്കണം. നമുക്ക് പഞ്ചസാര കുറച്ച് അലിയിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പഞ്ചസാര അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടാക്കി കുറച്ച് പഞ്ചസാര, നമുക്ക് കുറച്ച് മധുരം യൂസ് ചെയ്യണം, അതിൽ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ പഞ്ചസാര മൊത്തത്തിൽ അങ്ങോട്ട് അലിയിച്ചു. നീക്ക് എന്തിടണേ? പഞ്ചസാര ഇതും കൂടിയിട്ട് കട്ട് ചെയ്തൊരു പഞ്ചസാര അതിൽ ഏകദേശം ഒന്ന് അലിഞ്ഞതിന് ശേഷം അതിക്ക് പതുക്കെ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. ഓക്കെ. ഓ, അങ്ങനെയാണല്ലേ. മഞ്ഞപ്പൊടിയുടെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ സംഭവം ഒന്ന് കളറായിട്ടുണ്ട്. കണ്ട, നല്ല മഞ്ഞ കളറിലേക്ക് വരുന്നത്. ചിലർ ഓറഞ്ച് കളറൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഫുഡ് കളറൊന്നും നമുക്ക് വേണ്ട, നമുക്ക് മഞ്ഞപ്പൊടി മതി. ഉപ്പ് നോക്കണം. അങ്ങനെ ഏകദേശം അത് കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച റവ അതിലേക്ക് തട്ടിയിട്ട് ഇളക്കാൻ പോകണം. ആദ്യം മാറ്റി അങ്ങനെ പഞ്ചസാര കുറുക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് റവ തട്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ കുറച്ച് സ്പീഡാക്കണ്ട, അല്ലെങ്കിൽ ഇന്ന് മൊത്തം ഇളക്കൽ നോക്കി വെക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് സ്പീഡാക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ. ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് വെള്ളം കൂടെ കൂടുതൽ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കേട്ടോ. ശേഷം നമ്മൾ മിക്സിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്നും കൂടെ അടിപൊളിയായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാം. ഞാൻ അതിൽ നിന്ന് ഒരു അണ്ടിപ്പരിപ്പ് എടുത്തു, എന്നിട്ട് ഞാനും മിക്സ് ചെയ്തു. ഓക്കെ, ഇത് തണുപ്പിച്ചിട്ട് കഴിയാം. പിന്നെ ഇത് തണുത്തതിന് ശേഷം വേണം തിന്നാൻ. എനിക്ക് നെയ്യ് അരി യൂസ് ചെയ്ത് കാരണം വലിയ പിടുത്തില്ല. അപ്പോൾ അവൾ തിന്ന് കാണിച്ചിട്ട് കേട്ടോ. നമ്മൾ ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ, നമ്മൾ ഏലക്കായ ഇടാൻ മറന്നു. അപ്പോൾ അത് ലാസ്റ്റ് പൊടിച്ചിട്ടിട്ടപ്പോൾ അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട്, നമ്മുടെ കേസരി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.